ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോല പ്രവൃത്തികൾ വായിച്ച് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളും ഇന്നത്തെ നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ചും വിശകലനം ചെയ്യുക എന്നൊരു സെഗ്മെൻറ്റിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു പോകുന്നത്. നമുക്കറിയാം, അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായം പത്രോസും യോഹന്നാനും അവിടെ ഉണ്ടായിരുന്ന പുരോഹിത പ്രമുഖന്മാരുടെയും സദൂക്കാരുടെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുൻപിൽ കർത്താവിനെക്കുറിച്ച്, യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുകയും യേശുവിനെക്കുറിച്ച് ഇനി ഒരു അക്ഷരം പോലും മിണ്ടരുത് എന്ന് പറഞ്ഞ് അവരെ വിലക്കേർപ്പെടുത്തുകയും, എന്നാൽ ദൈവത്തെക്കാൾ അധികമായി മനുഷ്യനെ അനുസരിക്കുന്നത് അത് യാതൊരു വിധത്തിലും നീതിയല്ല എന്നവർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ സുവിശേഷ വേല മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിച്ച അപ്പസ്തോലന്മാരെയാണ് അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 22 വരെ വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. 23-ാം വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചിരുന്നത്. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏകമനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ. ഇവിടെ വളരെ വ്യക്തമായിട്ട് അപ്പസ്തോലന്മാർ ചെയ്തൊരു പ്രവൃത്തിയെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ്. വലിയ ഭീഷണി, വലിയ പ്രതികൂലങ്ങൾ, സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ഭീഷണി പുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന ജനപ്രമാണികളുടെ അവരുടെ സംഘത്തിൽ നിന്നും കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് മോചിതരായ അപ്പസ്തോലന്മാർ പത്രോസും യോഹന്നാനും വന്ന് അവരോട്, സ്വന്തം സമൂഹത്തോട് പറയുകയാണ്. ഇന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്, ഇന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞത്, യേശുവിനെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടരുത് എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. സാധാരണഗതിയിൽ ഇന്ന് അധികാരികൾ നമുക്കെതിരായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ അധികാരികൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് നമ്മൾ അപ്പോൾ തന്നെ യേസു മൂടുന്ന ഒരു ജനസമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഞാൻ ആദ്യമായിട്ട് ധ്യാനത്തിന് പോകുന്നതിന് മുൻപ് ഞാൻ ചിന്തിച്ചൊരു വിഷയം, അതായത് ഒരു കത്തോലിക്കനായ ഒരു ക്രിസ്തീയ വിശ്വാസിയായ ആ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ഞാൻ ആദ്യമായിട്ട് ഒരു ധ്യാനത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച വിഷയം ഇതാണ്: അയ്യോ, അവിടെ അച്ഛന്മാരുണ്ടോ, അവിടെ വിശുദ്ധ കുർബാനയുണ്ടോ, അവിടെ സിസ്റ്റേഴ്സ് ഉണ്ടോ, ഇത് സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനാ ഗ്രൂപ്പാണോ എന്നൊക്കെയായിരുന്നു ഞാൻ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തത്. എന്നാൽ അവിടെ ദൈവവചനം ഉണ്ടോ, അവിടെ ക്രിസ്തു ഉണ്ടോ, അവിടെ കർത്താവ് ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇന്ന് ആർക്കും സാധിക്കുന്നില്ല. പകരം അധികാരികളുണ്ടോ, ഇങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന് മാത്രമാണ് പലരും ചോദിക്കുന്നത്. അവരെയാണ് നമ്മൾ കാണുന്നത്. അവരെ നോക്കിയിട്ടാണ് അത് ദൈവത്തിൻ്റെയാണോ അതെയോ ദൈവത്തിൻ്റെ അല്ലേ എന്ന് ഒരു മാനദണ്ഡം നമ്മൾ പൊതുവായിട്ടിടുന്നത്. അങ്ങനെ ആയിപ്പോയി നമ്മുടെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ. നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ആര് എന്ത് പറയുന്നു എന്നുള്ളതല്ല, അവർ പറയുന്ന കാര്യത്തിൽ ദൈവത്തെക്കാൾ അധികമായി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അപ്പസ്തോലന്മാർ വില കൽപ്പിച്ചത്. അതായത് ദൈവം പറയുന്ന കാര്യങ്ങളും ദൈവം സൃഷ്ടിച്ചാക്കിയ അധികാരികൾ പറയുന്നത് കാര്യങ്ങളും രണ്ടും രണ്ടാണെങ്കിൽ അധികാരികൾ പറയുന്നതിനേക്കാൾ ദൈവം പറയുന്ന കാര്യങ്ങൾ ശ്രേഷ്ഠമായി കരുതണം. മുൻപോട്ടുള്ള ഏത് കാര്യങ്ങളും വിശ്വാസപരമായ ക്രിസ്തീയ ആചാരപ്രദമായ സകല കാര്യങ്ങൾക്കും നമ്മുടെ മാനദണ്ഡം അപ്പസ്തോലന്മാർ നമുക്ക് തന്ന മാനദണ്ഡമായിരിക്കണം. ദൈവം പറയുന്നതാണോ അതെയോ അധികാരികൾ പറയുന്നതാണോ കേൾക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ദൈവം പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഏത് അധികാരികൾ പറഞ്ഞാലും അതിനെ ചെവിക്കൊള്ളേണ്ടതില്ല എന്നുള്ളതാണ്. ഇനി അത് തന്നെയാണ് അവിടെയുള്ള വിശ്വാസികൾ. കാരണം അപ്പസ്തോലന്മാർ അത് വന്ന് സ്വന്തം സമൂഹത്തിലാണ് പറയുന്നത്. ആ സമൂഹത്തിലുള്ള ആളുകൾ, അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല, ഞങ്ങൾ അധികാരികൾ പറയുന്നതിൻ്റെ പിന്നാലെ പോകത്തുള്ളൂ എന്ന് പറയുന്നവരായിരുന്നില്ല ആദിമസഭ, ക്രിസ്ത്യാനികൾ. അപ്പസ്തോലിക സഭ അങ്ങനെ ആയിരുന്നില്ല. പകരം അപ്പസ്തോലിക സഭ മനുഷ്യനെ ഭയക്കാതെ ദൈവത്തെ ഭയക്കുന്നവരായിരുന്നു. ഇന്ന് നമുക്കും ഒരു വലിയ മാതൃകയാണ് അപ്പസ്തോലൻ തരുന്നത്, അല്ലെങ്കിൽ സുവിശേഷകനായ അപ്പസ്തോലനായ ലൂക്ക ഇത് എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന പ്രചോദനവും പ്രബോധനവും ഇതാണ്: ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് അധികാരികളെക്കാൾ അധികമായി. അധികാരികൾ ദൈവം പറഞ്ഞതിന് വിപരീതമായിട്ടാണ് പറയുന്നതെങ്കിൽ സോറി, എനിക്കത് കഴിയില്ല എന്ന് പറയാനുള്ളൊരു മാനദണ്ഡം ദൈവം നമുക്ക് തരികയാണ്. അടുത്ത വാക്യത്തിൽ അവരൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എന്താണ് ആ പ്രാർത്ഥന? സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സകലത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തെ വിളിച്ചാണ് അവർ അപേക്ഷിക്കുന്നത്. ദൈവത്തെ വിളിച്ചാണ് അവർ ആരാധിക്കുന്നത്. ഏകസത്യദൈവമായ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ. അതായത് ഇവിടെ ഒരു ആരാധനയുടെ രീതി പറയുന്നുണ്ട്. ആരെ ആരാധിക്കാം, ആരോട് അപേക്ഷിക്കാം, ആരോട് പ്രാർത്ഥന യാചിക്കാം, ആരുടെ അടുത്ത് മധ്യസ്ഥം വഹിക്കാം. നമ്മുടെ സുവിശേഷ വേലയിൽ മുന്നോട്ടുള്ള മേഖലകളിൽ എവിടെ ഒരു തടസ്സം വരുമ്പോൾ,
എവിടെ ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ആരെയാണ് ആശ്രയിക്കേണ്ടത്, ഞാൻ ആരോടാണ് മധ്യസ്ഥം വഹിക്കേണ്ടത്, ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന ഒരു സൂചന കൂടെ ഇവിടെ ദൈവാത്മാവ് തരികയാണ്. ഇതാ സുവിശേഷത്തിന് മുന്നോട്ടുള്ള പോക്കിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ അധികാരികൾ വലിയ ഭീഷണി മുഴക്കി കഴിഞ്ഞപ്പോൾ അവർ ആരാധിക്കുന്ന ദൈവത്തെ, ആ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. അത് കേട്ടപ്പോൾ അവർ ഏകസ്വരത്തോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം. ആ ദൈവത്തെ അവർ പ്രാർത്ഥിക്കുന്നത്, ആ ദൈവത്തോട് അപേക്ഷിക്കുന്നത്, ആ ദൈവത്തോട് ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആ ദൈവത്തെയാണ്. അതായത് ആരാണോ നിന്നെ സൃഷ്ടിച്ചത്, ആരാണോ ആകാശത്തെ, ഭൂമിയെ, ഇവിടെ ആകാശം എന്ന് പറയുന്ന വാക്ക്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത് എന്നാണ്. അതായത് സ്വർഗത്തെയും ഭൂമിയും സൃഷ്ടിച്ചവൻ, അഖിലാണ്ടത്തെ സകലത്തെയും സൃഷ്ടിച്ചവൻ, അവയിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവൻ. വചനം പറയുക, കൊളോസ്യ ലേഖനം, അവനിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്തിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു. അവനിലൂടെ സകലവും സർവവും സൃഷ്ടിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിലൂടെ. അവനിൽ ആശ്രയിക്കുക. യേശുവാണ് ഏക മധ്യസ്ഥൻ, ഏക ആശ്രയം, ഏക ദൈവം, ഏക സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അങ്ങനെയാണ് ക്രിസ്ത്യാനി വിശ്വസിക്കേണ്ടത് എന്ന് അപ്പസ്തോലന്മാർ, അവരുടെ പ്രാർത്ഥന, അപ്പസ്തോലന്മാരുടെ യാചന പ്രാർത്ഥന, അല്ലെങ്കിൽ ആദിമസഭയുടെ സമൂഹത്തിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? അവർ മധ്യസ്ഥം വഹിക്കുന്നത് ആരോടായിരുന്നു? ക്രിസ്തുവിനോടായിരുന്നു. കാരണം ക്രിസ്തുവാണ് സൃഷ്ടാവായ ദൈവം. ആ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടെന്നൊരു ബോധ്യം ഇവിടെ സമൂഹത്തിനുണ്ട്, ക്രിസ്തീയ സമൂഹത്തിനുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4:25 വാക്യം, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, വിജാതിയർ രോക്ഷാകുലരാകുന്നതിന് ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത് എന്തിന്? ഇവിടെ വളരെ വ്യക്തമായി അപ്പസ്തോലൻ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം, ദാവീദ് പരിശുദ്ധാത്മാവിലാണ് തൻ്റെ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ ദൈവവചനം എഴുതിയത്. ഇത് യേശു പറയുന്നുണ്ട്, ദാവീദ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് കർത്താവിനോട് അരുളി ചെയ്തു. അപ്പൊ യേശു പഠിപ്പിച്ച ആ പ്രബോധനത്തെ അത്രയും സ്നേഹത്തോടെ ഇതാ ശിഷ്യന്മാരെ ഏറ്റെടുത്തു, ആദിമസഭാ സമൂഹം ഏറ്റെടുത്തു. ദൈവവചനം ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ദൈവവചനമാണ് സത്യം. ആ വചനത്തിന് വിരുദ്ധമായി യാതൊരു പാരമ്പര്യത്തെയും അംഗീകരിക്കേണ്ടതില്ല എന്ന് വ്യക്തമായൊരു ബോധ്യം അവിടെ തരുന്നത്. കാരണം ദൈവവചനം അത് പരിശുദ്ധാത്മാവിനാലാണ് എഴുതപ്പെട്ടത്, ദൈവത്താലാണ് എഴുതപ്പെട്ടത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദാവീദ് ചെയ്ത അനേക പ്രവൃത്തികളുണ്ട്, ദാവീദിന്റെ പാരമ്പര്യമുണ്ട്. എന്താ ദാവീദിന്റെ പാരമ്പര്യം? ദാവീദ് ഒരു ദിവസം മട്ടുപ്പാവിൽ നിന്ന് അവൻ മടിയനായി അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബത്ശബയെ കാണുന്നു, അവളെ വിളിച്ചു വരുത്തുന്നു, അവളെ പ്രാപിക്കുന്ന ചെയ്ത തെറ്റുകൾ ദാവീദ് ചെയ്തിട്ടുണ്ട്. ഇതല്ല ക്രിസ്തീയ പാരമ്പര്യം. പല കാലഘട്ടങ്ങളിൽ പൂർവ്വപിതാക്കന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, പഴയ നിയമസഭയിലെ വിശ്വാസികളിലൂടെ അനേകം തെറ്റുകൾ സംഭവിച്ചു വന്നിട്ടുണ്ട്. ആ തെറ്റുകളെ തെറ്റായി തന്നെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ആ തെറ്റിനെയല്ല നമ്മൾ പാരമ്പര്യമായി എടുത്തു വെക്കുന്നത്. ഒരുപക്ഷെ ബൈബിളിൽ എഴുതപ്പെടാത്ത അനേക പാരമ്പര്യങ്ങളുണ്ട്, അനേക തെറ്റുകളുണ്ട്, അനേക കുറവുകളുണ്ട്. ഇതിനെയൊന്നും ശ്രേഷ്ഠമായ ആരും കരുതുന്നില്ല. പകരം ദാവീദ് പരിശുദ്ധാത്മാവിൽ ചെയ്ത പ്രവർത്തികളുണ്ട്, ദാവീദ് പരിശുദ്ധാത്മാവിൽ എഴുതിയ കാര്യങ്ങളുണ്ട്. അതിനെയാണ് തങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് ദൈവമാണ് എഴുതിയത്, ദൈവമാണ് എഴുതിച്ചത്, അതിൻ്റെ കസ്റ്റോഡിയൻ ദൈവമാണ്. നമുക്കിന്ന് ശ്രേഷ്ഠമായ ഒരു ബൈബിൾ, ദൈവവചനം നമ്മുടെ കയ്യിലുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മളോട് കർത്താവ് പറയുന്നത് ഈ പാരമ്പര്യമാണ് നമ്മൾ തുടരേണ്ടത്. ഒരുപക്ഷെ കാലാകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അനേക പാരമ്പര്യങ്ങളുണ്ടാകാം. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് ഈ പറയുന്ന 21-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ പൂർവികരായിട്ടുള്ള ഒരുപാട് ക്രിസ്തീയ വിശ്വാസികൾ, നമ്മുടെ സഭാപിതാക്കന്മാരിൽ നിന്ന് പിന്നീട് വന്നിരുന്ന അനേക വിശ്വാസികൾ അവരുടെ അറിവില്ലായ്മ മൂലം, ദൈവവചനത്തിലെ അവരുടെ അറിവ് കുറവ് മൂലം ഒരുപക്ഷെ പല തെറ്റുകളും പറ്റിയിട്ടുണ്ടാകാം. ഈ തെറ്റുകൾ ഇന്ന് പാരമ്പര്യമാണ്, വിശുദ്ധ പാരമ്പര്യമാണ്, ശ്രേഷ്ഠമാണ് എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ദൈവവചനം പറയുക അങ്ങനെയല്ല. ഏറ്റവും ശ്രേഷ്ഠമായി നിങ്ങൾ കരുതേണ്ടത് പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായിട്ടാണ് ദൈവവചനം എഴുതപ്പെട്ടത്. ഈ ദൈവവചനത്തെ മുൻപിൽ വെച്ചോണം. ഈ ദൈവവചനം സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവിനാലാണ് ദാവീദ് അത് എഴുതിയത്. അത് യേശു പഠിപ്പിച്ചതാണ്. യേശു എഴുതിയ സങ്കീർത്തനങ്ങൾ എടുത്തു വെച്ചിട്ടാണ് സംസാരിച്ചത്. പിശാചിന്റെ പ്രലോഭനം വന്നപ്പോൾ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പിശാചിനെ ഓടിച്ചത്.
സാത്താൻ്റെ സകല പ്രലോഭനങ്ങളെയും പൂർവ്വ പാരമ്പര്യം വെച്ചിട്ടല്ല യേശു തൊട്ടത്, പകരം എഴുതപ്പെട്ട പാരമ്പര്യം. ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, എഴുതിയിരിക്കുന്ന ദൈവവചനത്തെ എടുത്തിട്ടാണ് സാത്താനെ ഓടിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇന്ന് ശ്രേഷ്ഠമായി കരുതേണ്ടത് എന്തിനെയാണ്, ഏത് കാര്യത്തെയാണ്? എഴുതപ്പെട്ട ദൈവവചനമാണ് നമ്മൾക്ക് ആകെ ആധികാരികമായി പറയാൻ പറ്റത്തുള്ളൂ. വിശുദ്ധ ബൈബിൾ അത് എഴുതപ്പെടാൻ, അതായത് ഒരു ലിഖിത പുസ്തകമായി എഴുതപ്പെടാനായിട്ട് പ്രധാനമായിട്ട് 4 കാരണങ്ങളെക്കുറിച്ചാണ് നമ്മളുടെ ബൈബിൾ ശബ്ദകോശം എന്ന് പറയുന്ന ഈ പുസ്തകം, ഡോക്ടർ ആൻ്റണി തേതാത്ത് എഡിറ്റർ ആയിരിക്കുന്ന നമ്മുടെ കത്തോലിക്ക സഭയുടെ ജോസഫ് പ്ലാംപ്ലാനി അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരിക്കുന്ന ഈ ഒരു പുസ്തകം, ബൈബിൾ ശബ്ദകോശം എന്ന് പറയുന്ന ഈ പുസ്തകം, ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ബൈബിൾ എഴുതപ്പെടാനുള്ള കാരണമെന്ന് അതിൻ്റെ പേജ് നമ്പർ 27 പേജിൽ വാമൊഴിയായി പ്രചരിക്കുന്ന പാരമ്പര്യങ്ങൾ ലിഖിത രൂപത്തിലായതിന് പിന്നിൽ 4 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ വിദൂരത്തേക്ക് വ്യാപിച്ചിരുന്നതിനാൽ തങ്ങൾ സ്ഥാപിച്ച സഭാ സമൂഹങ്ങളുമായി ബന്ധം പുലർത്താൻ ലിഖിത രൂപം ആവശ്യമായിരുന്നു. ഒന്നാമത്തെ കാരണം അതാണ്. വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങൾ ഉദാഹരണങ്ങളാണ്. രണ്ടാമതായി, അപ്പസ്തോലന്മാർ ഒന്നൊന്നായി വധിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ അവരുടെ പ്രബോധനങ്ങൾ എഴുതി സൂക്ഷിക്കേണ്ടത് ആവശ്യമായി വന്നു. കാതോലിക ലേഖനങ്ങളിൽ പലതിൻ്റെയും ഉത്ഭവത്തിൻ്റെ കാരണം ഇതാണ്. മൂന്നാമതായി, വാമൊഴിയേക്കാളും ആധികാരികമായവ വരമൊഴിയാണെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. പുതിയ നിയമത്തിലെ ആദ്യ ലിഖിത ഗ്രന്ഥങ്ങളായ പൗലോസിൻ്റെ ലേഖനങ്ങൾ തിരുലിഖിതമായി വിശുദ്ധ പത്രോസ് ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. 2 പത്രോസ് തന്നെ 3:15 അതാണ് പറയുന്നത്. വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ലിഖിത രൂപത്തെ വിശുദ്ധ ഗ്രന്ഥമായി കരുതി വായിക്കാൻ ഗ്രന്ഥകാരൻ ആവശ്യപ്പെടുന്നുമുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ തുടക്കം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ആൻ്റണി തേറാത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകത്തിൽ, ബൈബിൾ ശബ്ദകോശം എന്ന് പറയുന്ന പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുക. ഒന്നാമത്തെ കാരണം, വരമൊഴിയായി പ്രചരിക്കുന്ന പാരമ്പര്യങ്ങൾ. അത് അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഒരു സഭ സ്ഥാപിക്കുന്നു, അവിടെ നിന്ന് വിദൂര സ്ഥലത്തേക്ക് അടുത്ത സഭയ്ക്ക് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി, ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് അവരുടെ ഫോളോ അപ്പ്, അവരുടെ ദൈവവചനത്തിൻ്റെ ശക്തമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം. കേൾവിയിൽ നിന്നും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ പറയുന്ന പൊട്ടക്കഥകളിൽ വിശ്വസിക്കാം, ഒരുപക്ഷെ ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ വിശ്വസിച്ച് വഴിതെറ്റിപ്പോയേക്കാം. അതുകൊണ്ട് കൃത്യമായ ഒരു ലിഖിത നിയമം അപ്പസ്തോലികമായി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവർ വിശ്വസിക്കുകയും അതിൽ തന്നെ അവർക്ക് കൃത്യതയാർന്ന ഒരു വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അതായത് പുതിയ നിയമത്തിൻ്റെ എഴുത്തിൻ്റെ ആദ്യത്തെ കാരണത്തെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. അതാണ് ഒന്നാമത്തെ കാരണം. എന്നിട്ട് പറയുകയാണ്, വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. അതായത് പൗലോസ് എഫേസസിൽ ഒരു സഭ സ്ഥാപിക്കുന്നു, അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് കൊളോസസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ റോമിൻ്റെ കീഴിൽ അവിടുത്തെ കാരാഗ്രഹത്തിൽ വസിക്കുന്നു. അപ്പോൾ പൗലോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അവരോട്. പൗലോസാണ് ദൈവാത്മാവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതായത് പൊതുവെളിപാട്, രഹസ്യ വെളിപാടുകളുണ്ട്, പൊതുവെളിപാടുകളുണ്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പൊതുവെളിപാടിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പൊതുവെളിപാട് അപ്പസ്തോലന്മാർക്കുണ്ടായതാണ്, ഇനി ഒന്നും പൊതുവെളിപാടല്ല, ഇതൊന്നും വിശ്വസിക്കാൻ. അതായത് രഹസ്യ വെളിപാടുകൾ, ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ടതോ ഏതെങ്കിലും കഥകളോ സംഭവങ്ങളോ അത്ഭുതങ്ങളോ ഇതൊന്നും ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കാൻ ബാധകനല്ല. അവന് വേണം വിശ്വസിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. ഇതാണ് സഭയുടെ ഔദ്യോഗികമായ നിലപാട്. ഇവിടെ ഈ പൊതുവെളിപാടുകളെ കുറിച്ച് പറയുമ്പം അത് പൗലോസിലൂടെ, പത്രോസിലൂടെ, അപ്പസ്തോലന്മാരോട് ലഭിച്ച ആ എഴുതിയിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഈ പുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു നമ്മുടെ ഇടയിൽ. വീണ്ടും രണ്ടാമത്തെ കാരണം ഇവിടെ പറയുന്നതാണ്. രണ്ടാമതായി, അപ്പസ്തോലന്മാർ ഒന്നൊന്നായി വധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ അവരുടെ പ്രബോധനങ്ങൾ എഴുതി സൂക്ഷിക്കേണ്ടത് ആവശ്യമായി വന്നു. അതായത് അപ്പസ്തോലന്മാരിലൂടെയാണ് പൊതുവെളിപാട് വരുന്നത്, ദൈവികമായ വെളിപ്പാടുകൾ ലഭിച്ചിരിക്കുന്നത്. അല്ലാണ്ട് കാലാകാലങ്ങളിൽ സഭയ്ക്ക് ലഭിക്കുന്ന, മാർപ്പാപ്പമാർക്ക് ലഭിക്കുന്ന, ഏതെങ്കിലും അധികാരികൾക്ക് ലഭിക്കുന്ന വെളിപാടൊന്നും ദൈവത്തിൽ നിന്നല്ല. ദൈവികമായി അതിനെ കാണേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിൽ നിന്നാണെന്ന് ആർക്കും പറയാൻ അവകാശമില്ല. അത് സ്വകാര്യ വെളിപാടുകളാണ്. അത് വിശ്വാസത്തിലേക്ക് ആരെങ്കിലും വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വഴി തെളിക്കുന്നുണ്ടെങ്കിൽ ഇത് പറയേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും സഭയാണ്. വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ അത് ഇഗ്നർ ചെയ്യാം. ഇതാണ് സഭയുടെ നിലപാട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓരോ അപ്പസ്തോലന്മാരായി കൊന്നുവരുന്നു, മരണപ്പെടുന്നു. അപ്പോൾ അവർ മരണപ്പെട്ടു പോകുന്നതിന് മുൻപ് എഴുതപ്പെട്ട ഒരു കൃത്യതയാർന്ന വിശ്വാസം ഉണ്ടാകണമെന്ന് അപ്പസ്തോലന്മാർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് എഴുതപ്പെട്ടൊരു ദൈവവചനം നമ്മുടെ കയ്യിൽ വെച്ചത്. അതായത് ഒരു ലിഖിത പാരമ്പര്യം ദൈവം നമുക്ക് നൽകിയത്.
ഇനി മൂന്നാമതായി വാമൊഴിയേക്കാൾ ആധികാരികമായവ വരമൊഴിയാണെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. പുതിയ നിയമത്തിലെ ആദ്യ ലിഖിതങ്ങളായ പൗലോസിൻ്റെ ലേഖനങ്ങളെ തിരുലിഖിതമായി വിശുദ്ധ പത്രോസ് ചൂണ്ടിക്കാണിക്കുന്നു. പത്രോസ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുക, പൗലോസ് തൻ്റെ ആത്മാവിൽ തിരുലിഖിതമായത് എഴുതപ്പെട്ടു, ദൈവത്തിൻ്റെ ആത്മാവിലാണ് എഴുതപ്പെട്ടത് എന്ന് പത്രോസ് സാക്ഷ്യപ്പെടുത്തുക. നമ്മൾ ശ്രദ്ധിക്കണേ, വാമൊഴിയേക്കാൾ വരമൊഴിക്ക് പ്രാധാന്യം. അങ്ങനെയാണോ? വളരെ കൃത്യമായിട്ട് എഴുതപ്പെട്ട കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും ശ്രേഷ്ഠമായി കരുതേണ്ടതും ലിഖിത നിയമങ്ങളെയാണ്, വരമൊഴിയായി എഴുതിയിരിക്കുന്ന ദൈവവചനത്തെയാണ്. ഈ ലിഖിത നിയമത്തിനെതിരായി ഏത് വരമൊഴിയുണ്ടെങ്കിലും, അതായത് ഏതെങ്കിലും വാമൊഴി പാരമ്പര്യമായി പൂർവികരിൽ നിന്നും 1-ാം നൂറ്റാണ്ടിലെ പിതാക്കന്മാരിൽ നിന്ന് 2ലേക്ക്, 2-ൽ നിന്ന് 3ലേക്ക്, 3-ൽ നിന്ന് 4ലേക്ക്, ഇങ്ങനെ ഒരു ഓറൽ ട്രഡീഷൻ ഉണ്ടെങ്കിൽ ലിറ്ററൽ ട്രഡീഷനേക്കാൾ പ്രാധാന്യം അതിന് കൊടുക്കരുത്. ഓറൽ ട്രഡീഷന് എതിരായിട്ടാണ് ഈ ലിറ്ററൽ ട്രഡീഷൻ നിൽക്കുന്നതെങ്കിൽ അതിനെ തള്ളിക്കളയണമെന്നാണ് ഈ പുസ്തകം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ആ ഓറൽ ട്രഡീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ലിറ്ററൽ ട്രഡീഷൻ ആകണം നിർബന്ധമില്ല. കാലാകാലങ്ങളിൽ വന്ന തെറ്റാകാം, ദൈവവചനത്തിന് വിരുദ്ധമാകാം. ഇന്ന് അങ്ങനെ ദൈവവചനത്തിന് വിരുദ്ധമായി എത്രയോ പാരമ്പര്യങ്ങളാണ് നമ്മൾ ശ്രേഷ്ഠമായി കരുതുന്നത്. ഇനി 4ാമത്തെ വിഷയം പറയുകയാണ്. 4ാമതായി വാമൊഴി വരമൊഴിയായി രൂപാന്തരം പ്രാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യഹൂദനും ക്രൈസ്തവരും തമ്മിലുള്ള ആദിമസഭയിലുണ്ടായിരുന്ന ഭിന്നതയാണ്. അതായത് AD 90കളോടെ സിനഗോഗുകളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരം, അവകാശം തള്ളിക്കളഞ്ഞു. ഇനി ഒരുത്തനും ഒരു ക്രിസ്ത്യാനിയും ഒരു സിനഗോഗുകളിലും കയറാൻ അവകാശമില്ല എന്ന് യഹൂദർ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ ബിർഖാത്ത് ഹമാനിം എന്ന് പറയുന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അതായത് ഒരു സിനഗോഗുകളിലും വചന ശുശ്രൂഷയ്ക്കായി ക്രൈസ്തവർ കയറുന്നത് നിഷേധിച്ചുകൊണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ പുസ്തകം പറയുക, സിനഗോഗുകളിലെ വചന ശുശ്രൂഷയ്ക്ക് പകരമായി വായിക്കാൻ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ആധാരമാക്കിയുള്ള രചനകൾ ക്രൈസ്തവർക്ക് ആവശ്യമായി വന്നു. അതാണ് ഇതിൻ്റെ 4ാമത്തെ കാരണം. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങി 27 പുതിയ നിയമ പുസ്തകം തുടങ്ങി ഈ പുസ്തകങ്ങളുടെ കൃത്യമായ എഴുതപ്പെട്ട രൂപഘടനയ്ക്കുള്ള കാരണമായി ഇവിടെ ആന്റണി തേറാത്തച്ഛൻ നമ്മളോട് വ്യക്തമായി വെളിപ്പെടുത്തുന്നത്. ബൈബിൾ ശബ്ദകോശം എന്ന സഭ അംഗീകരിക്കുന്ന പുരോഹിതർ ഉപയോഗിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ 4 കാര്യങ്ങൾ എടുത്തു വെച്ചത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കണം ഏതാണ് ശ്രേഷ്ഠം, വാമൊഴിയാണോ വരമൊഴിയാണോ? പാരമ്പര്യമായി കടന്നു വന്നു എന്ന് പറയുന്ന കള്ളക്കഥകളെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ആ കള്ളക്കഥകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിശുദ്ധ ബൈബിളാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇവിടെ ദൈവം അപ്പസ്തോലന്മാരിലൂടെ, അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 25-ാം വാക്യത്തിൽ വ്യക്തമായി നമ്മളോട് വെളിപ്പെടുത്തുകയാണ്, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരങ്ങളുടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, വിജാതിയർ രോക്ഷാകുലരാകുന്നതിന്, ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതെന്തിന്. വീണ്ടും താഴോട്ട് പറയുകയാണ്, കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്തു എന്ന് വ്യക്തമായി ഇവിടെ ദൈവവചനത്തിൽ നമ്മൾ കാണുകയാണ്. ഏതാണ് ശ്രേഷ്ഠമായി നമ്മൾ കരുതേണ്ടത്, ഏതാണ് വ്യക്തമായ കാര്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വചനം നമ്മളോട് കൃത്യതയോടെ പറയുകയാണ്, പാരമ്പര്യം അത് പഴയ നിയമത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളെ മാത്രമാണ് നമ്മൾ ചേർത്ത് വയ്ക്കാൻ പാടുള്ളൂ. ഇവിടെ യേശുവിനെതിരെ അധികാരികൾ അവർ വലിയ കാര്യങ്ങൾ ചെയ്തപ്പം അതേ കാര്യം തന്നെ ഇവിടെ സങ്കീർത്തനത്തിൽ ദാവീദിന് സംഭവിച്ച കാര്യങ്ങളെ വെച്ചുകൊണ്ട്, ദാവീദിനെതിരെ അധികാരികൾ അവർ മുറവിളി കൂട്ടിയ കാര്യങ്ങളെ വെച്ചുകൊണ്ട് അവർ ചെയ്ത ആ സംഭവം ദാവീദ് തൻ്റെ സങ്കീർത്തനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, ജനതകൾ ഇളകി മറിയുന്നതിന്, ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു, കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നത് എന്തിന്. ഈ കാര്യം വെച്ചുകൊണ്ട് തന്നെയാണ്, ആ സംഭവത്തെ എടുത്തു വെച്ചുകൊണ്ട്. എന്നിട്ട് ദാവീദ് വീണ്ടും പറയുന്ന കാര്യം എന്താണ്? അവരുടെ വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങലകൾ പൊട്ടിച്ചു മോചനം നേടാം, സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് ചിരിക്കുന്നു. ഇന്ന് നമ്മളുടെ ചങ്ങലകളെ പൊട്ടിക്കണം. കാരണം ഇന്ന് ദൈവത്തിന് കീഴേ ആയിരിക്കണം നമ്മൾ. എഴുതപ്പെട്ട ദൈവവചനമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, മറ്റൊരു അധികാരത്തിന് കീഴിലല്ല. ഏതെങ്കിലും ഒരു അധികാരത്തിന് നമ്മൾ കീഴിലാണെങ്കിൽ അതൊറ്റ കാര്യത്തേ ഉള്ളൂ, ദൈവം സ്ഥാപിച്ച അധികാരത്തിന് കീഴിലാണ് നമ്മൾ. ദൈവം സ്ഥാപിച്ച അധികാരത്തിന് കീഴിലാണ് നമ്മൾ എന്ന് പറയുമ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. റോമാലേഖനം വ്യക്തമായിട്ട് പറയുന്നു, അധികാരികൾക്ക് നിങ്ങൾ കീഴ്പ്പെടുക. എങ്ങനെ? ദൈവവചനത്തിന് അടിസ്ഥാനപരമായി
അധികാരങ്ങൾക്ക് കീഴ്പ്പെടാം. ദൈവവചനത്തിന് വിരുദ്ധമായി ഒരു അധികാരത്തിന് നമ്മൾ കീഴ്പ്പെടേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എഴുതപ്പെട്ട പാരമ്പര്യങ്ങൾക്ക് അനുകൂലമായി നമുക്ക് മുന്നോട്ട് പോകാം. എന്നാൽ അതിൽ നിന്ന് വിപരീതമായ ഏത് പാരമ്പര്യവും അത് ശ്രേഷ്ഠമാണെന്ന് കരുതേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി താഴോട്ട് നമ്മൾ വചനം വായിക്കുമ്പോൾ 26-ാം വാക്യം, കർത്താവിനും അവിടുത്തെ അഭിഷിക്തരുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹെരോദോസ്, പന്തിയോസ് പിലാത്തോസ് വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി. തീർച്ചയായിട്ടും അന്ന് സംഭവിച്ചത് തന്നെയാണ്. ആരൊക്കെ? പുരോഹിത പ്രമുഖന്മാർ, ഹെരോദോസ്, പന്തിയോസ് പിലാത്തോസ് വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി അഭിഷിക്തനായ യേശുവിനെതിരെ. പക്ഷേ അടുത്ത വാക്യമാണ് നമ്മളെ സ്പർശിക്കേണ്ട ഒരു വാക്യം. അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവെ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥന, ആദിമസഭയുടെ അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയാണ് ഞാനിവിടെ കാണുന്നത്. കാരണം ഇവിടെ പറയുകയാണ്, അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ച സകല കാര്യങ്ങളും, ദൈവം നിശ്ചയിച്ച സകല കാര്യങ്ങളും നടക്കും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ച സകല കാര്യങ്ങളും നടക്കും. ഏത് അധികാരി ഗൂഢാലോചന നടത്തിയാലും, പീലാത്തോസ് നീ ആലോചന നടത്തിയാലും, പുരോഹിത പ്രമുഖന്മാരായ ഏത് വ്യക്തികൾ ആലോചന നടത്തിയാലും, ആരൊക്കെ ഏതൊക്കെ വിധത്തിലുള്ള ആലോചനകളും എതിർപ്പുകളും അധികാരങ്ങളും സ്ഥാപിച്ചതിനെ തകർക്കാൻ നോക്കിയാലും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടും, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. അവിടുത്തെ ഹിതവും അവിടുത്തെ ശക്തിയും അനുസരിച്ച് നിശ്ചയിച്ച സകല കാര്യങ്ങളും നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. അതാ 28-ാമത്തെ വാക്യം പറയുന്നത്, അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. അതിൽ മാറ്റം ഉണ്ടാകത്തില്ല. അതിനാൽ കർത്താവെ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണം. ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും, വചനം പറയരുതെന്ന് പറഞ്ഞാലും, സുവിശേഷത്തിനെതിരെ വന്നാലും, സത്യസുവിശേഷത്തിനെതിരെ നിന്നാലും ആരുടെ ഭീഷണിയും വകവെക്കേണ്ടതില്ല. കാരണം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടും. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ നിറവേറ്റപ്പെടത്തുള്ളൂ. ഒരു ഭീഷണിയെയും നമ്മൾ എന്ത് ചെയ്യേണ്ട? പേടിക്കേണ്ട. അവിടുത്തെ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തി, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവവചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണം. ഇതാണ് അവരുടെ പ്രാർത്ഥന. ഇന്ന് എൻ്റെയും പ്രാർത്ഥന അത് തന്നെയാണ്. കർത്താവെ, മരണം വരെ, ഈ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടുപോകുന്ന അവസ്ഥ വരെ ഞാൻ വിശ്വസിക്കുന്നു യേശുവിലാണ് നിത്യത. യേശുവാണ് ഏകരക്ഷകൻ, യേശുവാണ് ഏക ദൈവം. അവനിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഈ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടുപോയി ദൈവസന്നിധിയിൽ ചേരുന്നത് വരെ, ദൈവത്തോടു കൂടെ ആയിരിക്കുന്നത് വരെ സത്യസുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ, ഒരു അധികാരത്തിനും കീഴ്പ്പെടാതെ, ഒരു അവകാശിക്കും ഒരു അധികാരികളെയും കീഴ്പ്പെട്ട് അവർക്ക് ചേർന്ന സുവിശേഷം പ്രസംഗിക്കാതെ ദൈവവചനത്തിലെ സത്യസുവിശേഷം പ്രസംഗിക്കാൻ ദൈവമേ എന്നെയും ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, എൻ്റെ കരങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്നുള്ളതാണ് എൻ്റെയും പ്രാർത്ഥന. പ്രിയമുള്ളവർ, നമ്മളുടെ പ്രാർത്ഥന ഇതായിരിക്കണം. ആദിമസഭയുടെ പ്രാർത്ഥന ഇതാണ്. ഈ പ്രാർത്ഥനയാണ് അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, ഇതായിരിക്കണം നമ്മുടെ യാചന. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ച സ്ഥലം കുലുങ്ങി. അവരെല്ലാം പരിശുദ്ധാത്മാവിൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ഒരു ദൈവിക വെളിപ്പാട്, ദൈവത്തിൻ്റെ ഒരു ശക്തമായ കരം അവിടെ പ്രവർത്തിക്കുന്നത് കാണാൻ അപ്പസ്തോലന്മാരെ ബലപ്പെടുത്തി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലം കുലുങ്ങി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങൾ കുലുങ്ങണം. ദൈവത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകണം. ദൈവിക ശക്തി, ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടുണ്ടാകണം. പലയിടത്തും പറയുന്നത് കേൾക്കാം, ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് വന്നു, ഇനി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഇനി നിങ്ങൾ ശാന്തമായി പ്രാർത്ഥിച്ചാൽ മതി, എവിടെയെങ്കിലും കഥകടച്ചിരുന്നാൽ മതി. അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കുർബാന മാത്രം മതി, കൊന്ത മാത്രം മതി, ജപമാല പ്രാർത്ഥന മാത്രം മതി, വേറൊരു പ്രാർത്ഥനയും വേണ്ട. ഇതാണ് ശ്രേഷ്ഠം. ഇതിനപ്പുറത്തോട്ട് വേറെ കൈയടിച്ച് പ്രാർത്ഥിക്കരുത്, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കരുത്. അങ്ങനെ പരിശുദ്ധാത്മാവ് പിന്നെയും വരുന്നതല്ല. പക്ഷെ ഇവിടെ വചനം പറയുകയാണ്, അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ച സ്ഥലം കുലുങ്ങി. അവർ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. പൗലോസും സീലാസും കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കുന്ന വചനത്തിൽ കാണുക. ആദിമസഭയിലെല്ലാം ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം അവിടെ സംഭവിച്ചു.
അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലം കുലുങ്ങുന്ന തരത്തിൽ ശക്തമായ ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടായെന്ന വചനം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വീണ്ടും വാക്യം പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ പൂരിതമായി ദൈവവചനം ധൈര്യപൂർവ്വം അവർ പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവിനാൽ സത്യസുവിശേഷം പ്രസംഗിക്കാൻ ദൈവം അവരെ ബലപ്പെടുത്തി. കർത്താവായ യേശു നമ്മളെ ബലപ്പെടുത്തട്ടെ, ധൈര്യപൂർവ്വം സുവിശേഷം പ്രസംഗിക്കുവാൻ. ആരുടെയും, ഒരു മനുഷ്യൻ്റെയും, ഒരൊറ്റ വ്യക്തിയുടെയും സ്വാധീനമില്ലാതെ ആരും ദൈവവചനത്തിനെതിരെ സംസാരിക്കുവാൻ, മനുഷ്യർക്ക് അനുകൂലമായ നിലപാടുകൾ സംസാരിക്കുവാൻ നമ്മെ സ്വാധീനിക്കാതിരിക്കട്ടെ. പണത്തിന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുവാൻ നമ്മളെ സ്വാധീനിക്കാതിരിക്കട്ടെ. സത്യസുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, ഇതായിരിക്കണം നമ്മുടെ ആരാധന, ഇതായിരിക്കണം നമ്മുടെ പാരമ്പര്യമെന്ന് ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ക്രിസ്റ്റോ സെൻട്രിക്കായി, ക്രിസ്തു കേന്ദ്രീകൃതമായി, ഏക രക്ഷകനായ യേശുവിൽ മാത്രം കേന്ദ്രീകൃതമായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. വിശുദ്ധ കുർബാനയിലൂടെ ഏകസത്യദൈവമായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. അതാണ് യഥാർത്ഥ പാരമ്പര്യമെന്ന്, യഥാർത്ഥ ട്രഡീഷൻ എന്ന്. ഓറൽ ട്രഡീഷൻ, റിട്ടൺ ട്രഡീഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? റിട്ടൺ ട്രഡീഷന് വിരുദ്ധമായ ഒരു ഓറൽ ട്രഡീഷനെയും പാരമ്പര്യമായി കടന്നു വന്ന, കാലാകാലങ്ങളിൽ ദൈവവചനം ഇല്ലാതിരുന്ന, ബൈബിൾ ഇല്ലാതിരുന്ന, അവർക്ക് വിശ്വസിച്ച മിത്തുകളെ, അവർ വിശ്വസിച്ച തെറ്റുകളെ ഇന്ന് നമ്മൾ കിടപിടിക്കേണ്ടതില്ല. ആ പാരമ്പര്യം ശ്രേഷ്ഠമാണെന്ന് കരുതേണ്ടതില്ല എന്ന് സഭയുടെ പ്രബോധനമായ ബൈബിൾ ശബ്ദകോശം, അത് നമ്മുടെ ജോസഫ് പ്ലാമ്പ്ലാനി അച്ഛനും പിതാവും ഒക്കെ സൈൻ ചെയ്തിരിക്കുന്ന ആ പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അതിൻ്റെ 27-ാമത്തെ പേജിൽ സംശയമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഈ ഒരു പാരമ്പര്യത്തെ തുടരുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഈ വിശുദ്ധ ബൈബിളിൽ നിന്ന് വിരുദ്ധമായി ഒരു പാരമ്പര്യവും ശ്രേഷ്ഠമാണെന്ന് കരുതാനായി, ഇതിനെ ശ്രേഷ്ഠമായി കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ വിശ്വാസം നമ്മളിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.